മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം 2025. 509 പുരുഷ വോട്ടർമാരും 759 സ്ത്രീ വോട്ടർമാരും അടക്കം 1260 വോട്ടർമാരുള്ള 15ാം വാർഡായ മുനിസിപ്പൽ ഹോസ്പിറ്റൽ വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ ബ്രദർ മിഷൻ റോഡ് വഴി ഉദയ പ്രൊവിൻഷ്യൽ റോഡ് വഴി പാറക്കുളം റോഡ് വരെയുള്ള തോട് വഴി പാറക്കുളം റോഡ് വഴി കോമ്പാറക്കാരൻ മൂല വരെയും, കിഴക്ക് കോമ്പാറക്കാരൻ മൂല വഴി ഗാന്ധിഗ്രാം തുറവൻകാട് റോഡ് വഴി ഡ്രൈവിംഗ് ഗ്രൗണ്ട് റോഡ് വഴി സ്വീറ്റ് ബസാർ റോഡ് വഴി കോട്ട മൂന്നുപീടിക റോഡ് കുരിശങ്ങാടി റോഡ് വരെയും, പടിഞ്ഞാറ് സെന്റ് മേരീസ് റോഡ് മുതൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ ബ്രദർ മിഷൻ റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി മാഗി വിൻസെന്റ് പള്ളായി, LDF സ്ഥാനാർത്ഥിയായി വിബി വർഗീസ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുജ ബിജു അക്കരക്കാരൻ, NDA സ്ഥാനാർത്ഥിയായി സുധ എന്നിവരാണ് ജനവിധി തേടുന്നത്. ഇതിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പോരായ്മകളൊക്കെ നമുക്ക് നികത്താന്നുള്ളതാണ്. നമ്മളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് കണ്ടറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കണം. ജനങ്ങളോട് കൂടെ നിൽക്കണം നമ്മൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലിപ്പോൾ പുറത്തുനിന്ന് ഉന്നയിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ റോഡിൻ്റെയാണ്. അതിപ്പോൾ മറ്റേ ഹൈവേകളുടെ പണികൾ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി റോഡിൽ കൂടിയാണ് ഒരുവിധം ഹെവി വാഹനങ്ങൾ പോയപ്പോൾ കുറേ തകർച്ചകൾ നമ്മുടെ റോഡിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ആ പണികൾ തീർന്നതോടൊപ്പം തന്നെ UDF നമ്മുടെ അധികാരത്തിൽ വരും. അപ്പോൾ അത് 6 മാസത്തിനുള്ളിൽ തീർക്കാമെന്നാണ് UDFിൻ്റെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി എടുത്തേക്കാണ് തീരുമാനം. പിന്നെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അത് എല്ലായ്പ്പോഴും എല്ലാ ദിവസവും വെള്ളം വരുന്നില്ല. അത് കുറച്ചും കൂടെ കൂടുതൽ ലഭ്യമാകുന്ന വിധത്തിൽ നമുക്ക് കുടിവെള്ളം എല്ലാവർക്കും ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ തീരുമാനങ്ങൾ. വാർഡിൻ്റെ ഇപ്പം നമ്മളോട് എല്ലാവരും ആവശ്യപ്പെട്ടേക്കുന്നത് ഈ റോഡിൻ്റെയാണ്, പിന്നെ കുടിവെള്ള പ്രശ്നമാണ്. ഇത് രണ്ടാണ് ആദ്യത്തെ നമ്മളുടെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ. കൂടുതൽ കുടിവെള്ളം റോഡും നല്ലതായിട്ട് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇല്ലാത്തവരുടെ പെൻഷനുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അവർക്ക് അനിവാര്യമായത്, ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് കൊടുത്തേ തീരും. അത് നമുക്ക് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. കൂടുതലും റോഡിൻ്റെ ഒരു വിഷയം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ കാരണം മറ്റുള്ള ഹൈവേകളിലെ റോഡുകൾ പണി നടക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സഞ്ചരിക്കുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അത് മുനിസിപ്പാലിറ്റി മാത്രം വിചാരിച്ച് നടക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിന് നമ്മൾ ഒത്തൊരുമിച്ച് ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ആദ്യത്തെ പ്രയോറിറ്റി റോഡാണ്. ഇരിഞ്ഞാലക്കുടയുടെ റോഡിൻ്റെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതാണ് UDFിൻ്റെ ആദ്യത്തെ തീരുമാനം. വാർഡിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം. ഓരോ വീടുകളിലും ഏത് കാര്യങ്ങളിലും ഇടപെട്ട് അവരുടേതായ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റാവുന്ന എൻ്റേതായ സഹകരണത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇരിഞ്ഞാലക്കുട നഗരഭാഗത്തുള്ള റോഡുകളാണ് നമ്മുടെ ഈ വാർഡിലെ റോഡുകളെല്ലാം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നതും. 3 പ്രധാന മുന്നണികളാണ് ഇവിടെ മത്സരിക്കാനുള്ളത്. അവരിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഒരു പ്രോത്സാഹനവും കിട്ടുന്നുണ്ട്. റോഡുകളുടെ സമഗ്ര നവീകരണമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യമായിട്ട് പുല്ലും കാടുകളും മെറീന ഭാഗത്തെ പുല്ലും കാടുകളും തോടുകളൊക്കെ വെട്ടി ഞങ്ങൾ വൃത്തിയാക്കും. പിന്നെ ബൈപ്പാസ് റോഡ് മെറീന വഴി ഞങ്ങൾ കൂട്ടി യോജിക്കും. പിന്നെ വലിയൊരു വികസനം നാട്ടിലേക്ക് കൊണ്ടുവരും. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ വലിയൊരു മാറ്റം ഞങ്ങൾ വരുത്തും. മാർക്കറ്റിൽ ഞങ്ങൾ ഒരു ഹൈടെക് പദ്ധതി കൊണ്ടുവരും. അപ്പോൾ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ഏറ്റവും ശോചനീയമായ റോഡാണ് നമ്മുടെ പാറക്കുളം റോഡ്. അപ്പോൾ ധാരാളം ഡോക്ടേഴ്സ് അവിടെ കൺസൾട്ടേഷൻ ഇരിക്കുന്ന സ്ഥലമാണ്. എന്നിട്ടും ഇത്ര വർഷങ്ങളോളം ഒരു ഭരണസമിതി ഉണ്ടായിട്ടും ഒരു മാറ്റങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ പല പദ്ധതികളും സർക്കാർ പദ്ധതികളും നമുക്ക് നടപ്പിലായിട്ടും ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത ഒരു ഭരണകൂടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെ പോലെ ഞാനും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് റോഡിൻ്റെ അവസ്ഥയിലൊരു മാറ്റം വരുത്താമെന്നാണ്. അപ്പോൾ അത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ ആ റോഡിൻ്റെ പുനർനവീകരണം സാധ്യമാക്കുന്നതാണ്. പിന്നെ കുടിവെള്ള ക്ഷാമമാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. അതിന് തക്കതായ ഒരു നടപടികൾ സ്വീകരിച്ചിട്ട് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നടപടിയിലെടുക്കുന്നതാണ്. പിന്നെ നമുക്ക് അവിടെ ഗാന്ധിഗ്രാം റെസിഡൻസ് അസോസിയേഷനും പിന്നെ ഉദയ റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിൻ്റെ പദ്ധതികളുമായിട്ട് കോർത്തിണക്കിയിട്ട് നമ്മൾ CCTV ക്യാമറകൾ നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടി നടപ്പിലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തേക്കാൾ ഉപരി കഴിഞ്ഞ 25 വർഷത്തെ ഭരണമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രകടമായ മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു മോശപ്പെട്ട ഒരു റോഡാണ് നമുക്കുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ്. അപ്പം അതിന് വേണ്ട റോഡുകൾ നമുക്കില്ല. വികസനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വേണം കണക്കിലാക്കാനായിട്ട്. അതിനൊരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. രാഷ്ട്രീയം ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുള്ളതല്ല. കാരണം നമ്മുടെ വാർഡിന് ഓരോ വാർഡിലും വികസനങ്ങൾ വന്നാൽ തന്നെ മൊത്തത്തിലൊരു വികസനം സാധ്യമാകാവുന്നതാണ്. സർക്കാർ പദ്ധതികൾ മനഃപൂർവ്വം ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഓരോ നഗരസഭയിലുള്ളത്. അപ്പോൾ ഓരോ വാർഡിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് മുഖച്ഛായ എന്തായാലും മാറുന്നു.